योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഒരു പഞ്ചമി വിഭക്തി സ്തോത്രമാണത്. മുഴുവനും അതുകൊണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് അവസാനമാവുമ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു, ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം. ഇതിൽ ന പീനം ന കുബ്ജം എന്നുണ്ട്. പൊതുവെ കാണുന്ന പാഠം ന കുബ്ജം ന പീനം എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണം, അത്രയേ ഉള്ളൂ. ന രൂപം തഥാ ജ്യോതിരാകാരകത്വാത് തദേകോ വശിഷ്ഠ ശിവ കേവലോഹം. അധ്യാസ നിരാകരണം എന്നാണ് ഈ ന ന ന എന്നുള്ള പ്രയോഗത്തിന് പറയാം. കയറില് കാണുന്ന പാമ്പ്, അതാണ് അധ്യാസം. ഒന്നിൽ മറ്റൊന്ന് കാണപ്പെടുക. അതസ്മിന് തദ്ബുദ്ധി. അതുപോലെ ആത്മാവിൽ ശരീരവും പ്രപഞ്ചവും ഒക്കെ കാണപ്പെടുന്നു. ജീവനും മനസ്സും ശരീരവും പ്രപഞ്ചവും ഒക്കെ തന്നെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്തില്. കയറില് പാമ്പെന്ന പോലെ, മരുഭൂമിയിലെ മരീചികാജലം പോലെ, സ്ക്രീനിലെ ഒരു സിനിമ പോലെ നിത്യശുദ്ധമായ പ്രജ്ഞയില്, ബോധത്തില് ഈ ദേഹവും അതിന്റെ ധർമ്മങ്ങളും ഒക്കെ ആരോപിക്കപ്പെടാണ്. ആരോപിതമായിട്ടുള്ളതിനെ നിഷേധിക്കുകയാണ് ന ന എന്ന് പറയുന്നത്. ആദ്യം തൊട്ട് നിഷേധമാണ് ഇതില്. അതിൽ ഇന്നലെ ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം. ശരീരബോധം വാസ്തവത്തിൽ നമുക്ക് ഇല്ല. ശരീര അഭിമാനമേ ഉള്ളൂ, ബോധമില്ല. ബോഡി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കാണ്. അസംഷനേ ഉള്ളൂ. ഐഡന്റിഫിക്കേഷൻ അതും എപ്പോഴും ഇല്ല. നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ നമുക്കതുള്ളൂ. രണ്ടാമതൊരു വസ്തു വരുമ്പോഴാണ് അധികമായിട്ടും ഞാനുണ്ടാവണത്. ഞാൻ, നീ, അവൻ എന്നുള്ളതൊക്കെ ഒരേ സമയം പൊന്തി ഒരേ സമയം അസ്തമിക്കുകയാണ് സ്വരൂപത്തില്. ത്വം അഹം ഇദം ഇതീയം കൽപ്പന. സുഷുപ്തിയിൽ നോക്കൂ, ഞാൻ എന്നുള്ളതില്ല. അതുകൊണ്ട് നീ, അവൻ എന്നുള്ളതൊന്നും വരില്ല. സുഷുപ്തിയിൽ നിന്ന് ഉണരുമ്പോ ആദ്യം ഉണ്ടാവുന്നത് ഞാൻ എന്നുള്ള വിചാരമാണ്. അതോടുകൂടെ നീ, അവൻ എന്നുള്ളതൊക്കെ കൂടെ വരും. തദ്യുഷ്മദോർ അസ്മതി സംപ്രതിഷ്ഠ. തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത്. തദ് യുഷ്മദസ്മത്
മതിവർജിതൈകാ സ്ഥിതിർജ്വലന്തി സഹജാത്മനസ്യാത്. ഞാൻ എന്നുള്ള തോട്ട്, വിചാരം, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നീ അവൻ എന്നുള്ളതൊക്കെ നിൽക്കുന്നത്. ഉറങ്ങുമ്പോ ഞാൻ എന്നുള്ളത് ലയിച്ചു പോകുന്നു. ഹൃദയത്തില് ഞാൻ എന്നുള്ളത് ലയിക്കുമ്പോ നീ അവൻ എന്നുള്ളതൊന്നും തോന്നുന്നില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഞാൻ എന്നുള്ളത് ആദ്യം ഉണരുന്നു. അപ്പൊ നീ അവൻ എന്നുള്ളതും ഒക്കെ കൂടെ വരും. ഞാൻ എന്നുള്ള വിചാരം ലയിക്കുന്നത് കൊണ്ട് ഉണ്മയായ സത്ത, നമ്മളുടെ ഇരുപ്പ് ഇല്ലാതാവണവുമില്ല. അതിന് അനുഭവം ദൃഷ്ടാന്തമാണ്, പ്രമാണമാണ് സുഷുപ്തി. ഞാൻ എന്നുള്ള അഭിമാനം ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കണു. അതിൽ ശരീരത്തിൽ ഞാൻ വെളുത്തതാണ്, കറുത്തതാണ്, ചുവന്നതാണ്, തടിച്ചതാണ്, മെലിഞ്ഞതാണ്, എല്ലാം ആരോപണം. അതിൽ അമ്മയാണ്, അച്ഛനാണ് ആരോപണം. വർണ്ണം, ആശ്രമം, ആചാരം, ധർമ്മം ആരോപണം. പഞ്ചഭൂതങ്ങൾ ആരോപണം. ഞാൻ വൈഷ്ണവനാണ്, ശൈവനാണ്, സാഖ്യനാണ്, പാഞ്ചരാത്രനാണ് ആരോപണം. ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നിഷേധിച്ചു. രൂപമുള്ള ഒന്നും തന്നെ ഞാനല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്തത് വരുന്നത് അവസ്ഥ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇതാണ് നമ്മള് വേദാന്ത വിചാരത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥാത്രയ വിചാരം. ഈ അവസ്ഥാത്രയ വിചാരമാണ് നീ എടുക്കുന്നത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇന്ദ്രിയങ്ങൾ പ്രധാനമായിട്ടുള്ളതും ശരീരം പ്രധാനമായിട്ടുള്ളതും ഞാൻ, നീ, അവൻ എന്ന് ഇത്യാദി വിചാരങ്ങളുള്ളതും സ്ഥൂലമായിട്ട് വിഷയങ്ങളുള്ളതുമായ സ്റ്റേറ്റ് ആണല്ലോ ജാഗ്രത. ആ അവസ്ഥയാണല്ലോ നമ്മൾ ജാഗ്രത എന്ന് പറയണത്. ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ശരീരത്തിന് പ്രാധാന്യമുണ്ട്, സ്ഥൂല വസ്തുക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ, നീ, അവൻ മുതലായിട്ടുള്ള പ്രതീതികളുണ്ട്. ഇതിനെ ജാഗ്രത എന്ന് പറയണു. ഇന്ദ്രിയങ്ങൾ മനസ്സിൽ മാത്രം നിൽക്കുകയും മനസ്സ് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ സ്വപ്നം എന്ന് പറയണു. ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഉപാധികൾ ഒന്നും തന്നെ അറിയപ്പെടാത്തതും ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ഒരു അജ്ഞാനം മാത്രം എഴുന്നേറ്റ ശേഷം നമ്മൾക്ക് മനസ്സിലാവുന്നതും സുഖമായിരുന്നു എന്നുള്ള അനുഭവത്തോടു കൂടിയതുമായിട്ടുള്ള സുഷുപ്തി എന്ന അവസ്ഥ. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ മൂന്നവസ്ഥകളിലും അനുഭവിക്കുന്ന ആള് ഒരേ ആളാണോ അല്ലയോ? ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയല്ലേ സ്വപ്നത്തില്? ആണോ? ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണോ സ്വപ്നം കാണുന്നത്? ആണെന്ന് പറയാവോ അല്ലാന്ന് പറയാവോ? ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണോ സ്വപ്നം കാണുന്നത്? ഉണർന്നിരിക്കുന്ന ഈ വ്യക്തി അഭിമാനം സ്വപ്നത്തിൽ മാറുന്നുണ്ട്.
സ്വപ്നം കാണുന്ന ആള്, ഉണർന്നിരിക്കുന്ന ആള് സുഷുപ്തിയിൽ ഇല്ല. പക്ഷെ ഈ മൂന്ന് അവസ്ഥകളും ഒരേ സത്തയുടെ അനുഭവമായിട്ട് തോന്നുന്നുണ്ട്. ജാഗ്രതത്തിലുള്ള ആള് തന്നെയാണ് സ്വപ്നം കാണുന്നതെന്നും സ്വപ്നം കണ്ട ആള് തന്നെയാണ് സുഖമായിട്ട് ഉറങ്ങിയത് എന്നും there is a continuity of experiential existence. മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരു അനുഭവസത്ത. എല്ലാവർക്കും അതിന്റെ ഒരു അനുഭവമുണ്ട്. പക്ഷേ ഈ മൂന്നവസ്ഥകളും ഉണ്മയാണെന്ന് പറയാൻ വയ്യ. കാരണം മൂന്നും മാറുന്നു. ജാഗ്രത് സ്വപ്നത്തിലില്ല, സ്വപ്നം സുഷുപ്തിയിലില്ല, സുഷുപ്തി ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇല്ല. അല്ലേ? സുഷുപ്തി എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതായത് എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. ജാഗ്രതത്തിൽ അറിഞ്ഞു, സ്വപ്നത്തിൽ അറിഞ്ഞു, സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ല എന്ന് പറയണ ആ സ്റ്റേറ്റ് സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇല്ലാത്തത് കൊണ്ട് അത് ഉണ്മയല്ല. ജാഗ്രതും സ്വപ്നത്തിലില്ല, സ്വപ്നം ജാഗ്രതത്തിലില്ല, സുഷുപ്തി സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇല്ല. ഈ മൂന്നവസ്ഥകളും വാസ്തവത്തിൽ ബുദ്ധിയിലുണ്ടാവുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും തന്നെ ആത്മാവിൽ ഉണ്ടാവുന്ന അവസ്ഥകളല്ല. ഈ മൂന്നും കേവലം ടി വി ഓൺ ചെയ്ത് വെക്കുകയും ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന പോലെ ബുദ്ധിയിലുണ്ടാവുന്ന മൂന്ന് മൂവ്മെന്റ്സ് ആണ്. ഇതൊക്കെ തന്നെ നമ്മളുടെ ശ്രദ്ധ ബുദ്ധിയിലുള്ളവരെ ഈ അവസ്ഥകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. എപ്പോ ശ്രദ്ധ നമ്മളിലായോ, നാലാമതൊരവസ്ഥ പറയണു, തുരീയം. തുരീയം എന്ന് വെച്ചാൽ തന്നെ നാലാമത് എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ അത് നാലാമതല്ല, അതാണ് എപ്പോഴും ഉള്ളത്. നമ്മളുടെ മൈൻഡ് അവസ്ഥകളിലുള്ളത് കൊണ്ട് ഇരുപ്പിനെയും നമ്മളൊരു അവസ്ഥയായിട്ട് കാണുകയാണ്. വി ആർ അക്കസ്റ്റംഡ് ടു സീ സ്റ്റേറ്റ്സ്. ട്രൂത്ത് ഈസ് നോട്ട് എ സ്റ്റേറ്റ്. അവസ്ഥകളിലാണ് നമ്മളുടെ ശ്രദ്ധ, സത്യത്തിലല്ല. അവസ്ഥകളൊക്കെ തന്നെ അവിദ്യാജന്യമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മൂന്നും ആർക്കാണ്? ഈ മൂന്നും ജാഗ്രതയിലിരിക്കുന്ന ആൾക്ക് സ്വപ്നം സത്യമല്ല, സ്വപ്നം കാണുന്ന ആൾക്ക് ജാഗ്രത സത്യമല്ല, സ്വപ്നവും ജാഗ്രതും സുഷുപ്തിയിലില്ല.
പക്ഷെ ഈ മൂന്നും അനുഭവിക്കുന്നവനാര്? ആരിലാണ് ഈ മൂന്നും വരികയും പോവുകയും ചെയ്യണത്? സുഷുപ്തി അവസ്ഥയെ വാസ്തവത്തിൽ ആര് ഓർക്കുന്നു? ഓർമ്മയാണോ? രാവിലെ എണീറ്റ് സുഖമായിരുന്നു എന്ന് പറയണല്ലോ, അത് ഓർമ്മയാണോ? ഒന്ന് ഒരു ചലനം, ഒന്ന് ചലിക്കൂ. ഒരു 2-3 മണിക്കൂർ മുമ്പുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ഓർമ്മയാണോ? ഓർമ്മയാണോ? ഒരു കാര്യം, കഴിഞ്ഞുപോയ കാര്യത്തിനെ നമ്മൾ ഓർക്കുമല്ലോ, അതുപോലെ ഓർത്തതാണോ രാവിലെ എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു, ഇത്ര നേരം സുഖമായി ഉറങ്ങി? ഓർമ്മയല്ലെങ്കിൽ പിന്നെ അതെന്താ? ഇത്രയും നേരം സുഖമായി ഉറങ്ങി എന്ന് എഴുന്നേറ്റിട്ട് പറയുമ്പോൾ അത് ഓർമ്മയാണോ എന്നുള്ളതാണ് ശാസ്ത്രകാരന്മാരുടെ വലിയൊരു ചോദ്യം. സ്മൃതിയാണോ? സ്മൃതി അല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഓർമ്മ എന്ന് പറയണത് മുമ്പ് അനുഭവിച്ചതും ഇപ്പൊ ഇല്ലാത്തതുമാണ് ഓർമ്മ. കഴിഞ്ഞ വർഷം ഞാൻ ഇന്നതിവിടെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയാണ്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതും ഇപ്പൊ ഇല്ലാത്തതുമാണ്. സുഷുപ്തിയിൽ സുഖമായി ഇരുന്നു എന്ന് പറയുന്നത് ഓർമ്മയാണോ? അല്ല. കാരണം ഓർക്കാനുള്ള ഇൻസ്ട്രുമെന്റായ ബുദ്ധി തന്നെ അങ്ങോട്ട് പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് നിശ്ചയമായിട്ട് ഓർക്കാൻ പറ്റില്ല. അല്ലേ? The brain has no entry into that state of deep sleep. So, it cannot record. It cannot register. അപ്പോ എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറയണ്ടല്ലോ, ആ സുഖം ഓർമ്മയല്ല. പിന്നെ എന്താ? അത് അനുഭവമാണ്. ആ അനുഭവം ബുദ്ധിയുടെ അല്ല. ബുദ്ധി പറഞ്ഞു സത്യസന്ധമായിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ സുഖമെന്നുള്ളതോ, അത് ബുദ്ധി ഒന്നും അറിയാതെ ഇരുന്നപ്പോ സുഖം മാത്രമായിട്ടിരുന്നു. സുഖത്തിനെ ഇതുവരെയും ആരും സുഷുപ്തിയിൽ ഞാൻ സുഖം അനുഭവിച്ചു എന്ന് പറയാറില്ല. സുഖമായിട്ടിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ സുഖം എന്റെ സ്വരൂപമാണ്, സുഖം എന്റെ സ്വഭാവമാണ്. ആ സുഖത്തിന്റെ മേൽക്ക് മനസ്സും ശരീരവും പൊന്തി വരുന്നതിന് പേരാണ് ജാഗ്രത് എന്നുള്ളത്. സുഖം അപ്പോ എപ്പോഴുണ്ട്. മനസ്സും ശരീരവും കുറച്ച് വഴിവിട്ടുകൊടുത്തപ്പോ സ്വാഭാവികമായ എന്റെ സുഖം, ആത്മാവിന്റെ സുഖം അഥവാ ആത്മാവ് താനേ താനായി ആവരണമൊഴിഞ്ഞ് നിന്ന സ്ഥിതിയാണ് സുഷുപ്തിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആത്മാവാണുള്ളത് എന്നുള്ള വിദ്യ ഇല്ലാത്തത് കൊണ്ട്, ബുദ്ധിയിലുള്ള അവിദ്യ നീങ്ങാത്തത് കൊണ്ട് ആത്മാനുഭവം ഉണ്ടായില്ല. അപ്പോ അവിദ്യ നീങ്ങാത്ത ഉറക്കത്തിന് പേരാണ് സുഷുപ്തി. അവിദ്യ നീങ്ങിയ ഉറക്കത്തിന് പേരാണ് ആത്മാനുഭവം. അപ്പൊ അതിന് ഉറക്കം എന്ന് പറയാൻ പാടില്ല. അവിദ്യ നീങ്ങിയാൽ ഉറക്കം എന്നൊരവസ്ഥയില്ല. അപ്പോ ജാഗ്രതുമില്ല, സ്വപ്നവുമില്ല, സുഷുപ്തിയുമില്ല.
മൂന്നവസ്ഥകളേ ഇല്ല. വേദാന്ത വിചാരം കൊണ്ട് ആത്മാവിനെ ഒന്നും കണ്ടുപിടിക്കണില്ല, അവിദ്യയെ നീക്കം ചെയ്യാണ്. വിദ്യ അവിദ്യാം നിഹന്ത്യേവ തേജസ് തിമിരസംഘവത്. അവിദ്യയെ നീക്കിക്കഴിയുമ്പോ എപ്പോഴും പ്രത്യക്ഷമായിട്ടുള്ള, എപ്പോഴും അപരോക്ഷമായിട്ടുള്ള ആത്മാ അതേപടി പ്രകാശിക്കണു. അത്രയേ ഉള്ളൂ. അത് പുതിയതായിട്ട് പ്രകാശിക്കുകയല്ല, അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു എന്നുള്ള അറിവുണ്ടാവുകയാണ്. ജാഗ്രത്തിലും അതുണ്ട്, സ്വപ്നത്തിലും അതുണ്ട്, സുഷുപ്തിയിലും അതുണ്ട്. ജാഗ്രത്തും ആത്മാനുഭവം തന്നെ, സ്വപ്നവും ആത്മാനുഭവം തന്നെ, സുഷുപ്തിയും ആത്മാനുഭവം തന്നെ. Then these three states ceases to be three states. അപ്പോഴാണ് ന ജാഗ്രൻ നമേ സ്വപ്നകോവാ സുഷുപ്തി. ജാഗ്രത്തിലുള്ള ജീവാഹന്തയ്ക്ക് പേരാണ് വിശ്വൻ, സ്വപ്നത്തിലുള്ള ജീവാഹന്തയ്ക്ക് പേരാണ് തൈജസൻ. എന്നുവെച്ചാൽ ജാഗ്രത്തിൽ വിശ്വം, യൂണിവേഴ്സ്, ലോകം കാണപ്പെടുന്നത് കൊണ്ട് ലോകത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്ന ആളെ വിശ്വൻ എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ വെളിച്ചമുണ്ടല്ലോ അല്ലെ? സ്വപ്നത്തില് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇരുട്ടത്ത് കിടക്കുന്ന ആൾക്കും സ്വപ്നം കാണാൻ വെളിച്ചമൊന്നും വേണ്ട. വെള്ളെഴുത്ത് കണ്ണാടിയിട്ട ആൾക്കും സ്വപ്നം കാണാൻ കണ്ണാടിയൊന്നും വേണ്ട. സ്വപ്നത്തിൽ സ്വപ്നത്തിൻ്റെതായ വെളിച്ചമുണ്ട്. അതുകൊണ്ട് സ്വപ്നത്തിലുള്ള ജീവാഹന്തയ്ക്ക് തൈജസൻ എന്ന് പേര്. ജാഗ്രത്തിലുള്ള ജീവാഹന്തയ്ക്ക് വിശ്വൻ എന്ന് പേര്, സ്വപ്നത്തിൽ തൈജസൻ എന്ന് പേര്, സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്ന് പേര്. പ്രാജ്ഞൻ എന്ന് വെച്ചാൽ പ്രജ്ഞ ഘനീഭവിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. ദർ ഈസ് മൾട്ടിപ്പിൾ knowledge, multiplicity in waking state, multiplicity in dream, and there is no multiplicity in deep sleep. In deep sleep you have only integral experience, non-dual experience. സുഷുപ്തിയിൽ മൾട്ടിപ്ലിസിറ്റി ഇല്ല, ദ്വൈതം ഇല്ല, അനേക വസ്തുക്കൾ ഇല്ല. അവിടെ ജ്ഞാനം ഒന്നു മാത്രമായി, എന്തോ ഒന്നായി, അത് സുഖസ്വരൂപമായി, പ്രജ്ഞാനഘന എന്നാണ്. അതായത് ഘനീഭവിച്ച പ്രജ്ഞയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഷുപ്തിക്ക് പ്രാജ്ഞൻ എന്ന് പേര്. സുഷുപ്തിയിലുള്ള ആൾക്ക് പ്രാജ്ഞൻ എന്ന് പേര്. ന ജാഗ്രത് നമേ സ്വപ്നകോവാ സുഷുപ്തി ന വിശ്വോ നവാ തൈജസഃ പ്രാജ്ഞകോവാ. ഇതൊന്നും തന്നെ എന്നിൽ ഇല്ല. എന്തുകൊണ്ടില്ല? എല്ലാത്തിനും എന്തുകൊണ്ട് ചോദിച്ചു ഒരു ഉത്തരം പറയും.
ഇതിനു മുമ്പ് ന ശുക്ലം ന കൃഷ്ണം ന രക്തം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ആകാരകത്വാത് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ന സാഖ്യം ന ശൈവം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? വിശുദ്ധാത്മകത്വാത്. ന മാതാപിത. എന്തുകൊണ്ട്? ശൂന്യാത്മകത്വാത് സുഷുപ്തൗ. അഹം മമ അധ്യാസഹാനാത്. അതേപോലെ ഇവിടെ അവിദ്യാത്മകത്വാത് ത്രയാണാം. ഈ മൂന്നും അവിദ്യ എന്നുള്ള ദോഷം കൊണ്ട് സംസ്പൃഷ്ടമാണ്. ഈ മൂന്നവസ്ഥകളിലും അവിദ്യ എന്നുള്ള ദോഷമുണ്ട് എന്നാണ്. സുഷുപ്തിയിൽ ഫിലോസഫിക്കലി ഒരുപാട് ചർച്ചയുള്ള ഒരു കാര്യമാണ്. ജാഗ്രത്തിൽ അവിദ്യ, സ്വപ്നത്തിൽ അവിദ്യ, സുഷുപ്തിയിൽ അവിദ്യയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ശാസ്ത്രകാരന്മാരുടെ ചർച്ചയാണ്. സുഷുപ്തിയിൽ അജ്ഞാനം നിശ്ചയമായിട്ടും ഇല്ല എന്നാണ്. അവിടെ ജ്ഞാനവുമില്ല. ജ്ഞാനസ്വരൂപമായ ആത്മാ മാത്രമേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ടപ്പോ ആത്മസാക്ഷാത്കാരം ഉണ്ടാവണില്ല ഡീപ് സ്ലീപ്പില് എന്ന് വെച്ചാൽ അവിടെ അതിന്റെ ആവശ്യമില്ല. അവിടെ എന്തുണ്ടോ അതല്ലാതെ രണ്ടാമതൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് ബുദ്ധി മുതലായ ഉപകരണങ്ങളൊന്നും തന്നെ ആത്മാവിൽ നിന്ന് വിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് അവിടെ രാമനോ കൃഷ്ണനോ ഗോവിന്ദനോ ആരുമില്ലാത്തതുകൊണ്ട് അവിടെ ദുഃഖം ഇല്ലാത്തതുകൊണ്ട് അവിടെ ദുഃഖനിവൃത്തിക്കുള്ള അന്വേഷണമോ അതിനുള്ള അറിവോ ആവശ്യം വരണില്ല. ആർക്കും ദുഃഖത്തിനെ സുഷുപ്തി അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയേ ഇല്ല. അതുകൊണ്ട് അവിടെ ദുഃഖനിവൃത്തിക്കുള്ള ഒരു ചോദ്യം ഉദിക്കണില്ല. ഇതാണ് ഒരു പക്ഷം. വേറെ ഒരു പക്ഷം എന്താന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ആവരണം ഉണ്ട് എന്നാണ് മറ്റൊരു പക്ഷം. രണ്ട് പക്ഷത്തിനെ നമ്മൾ സ്വീകരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ ഇമ്പാക്ട് വേക്കിംഗ് സ്റ്റേറ്റിലെ ആവശ്യമുള്ളൂ. ഇപ്പോ ജാഗ്രതത്തിലാണ്. യു നീഡ് സെൽഫ് നോളജ് ഇൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്, നൈദർ ഇൻ ദ ഡ്രീം നോർ ഇൻ ദ ഡീപ് സ്ലീപ്പ്. But if you have waking state in the self-knowledge in the waking state, you will have self-knowledge in the dream also. And in deep sleep, you need not have it. സുഷുപ്തിയിൽ അതിന്റെ ആവശ്യമില്ല. ജാഗ്രതത്തിലാണ് നമുക്ക് ആത്മജ്ഞാനം വേണ്ടത്. ജാഗ്രതത്തിൽ ആത്മജ്ഞാനം ഉണ്ടെങ്കിൽ സ്വപ്നത്തിലുണ്ടാവും. കാരണം ഈ വസ്തുജ്ഞാനം എല്ലാറ്റിനെയും മാറ്റും. സ്വപ്നത്തിലും ആത്മജ്ഞാനം ഉണ്ടാവും. ത്രയാണാം തുരീയഃ. മൂന്നിനും അധിഷ്ഠാനമായിട്ടുള്ള എന്ന് വെച്ചാൽ മൂന്നവസ്ഥകളെയും അറിയുന്നതായിട്ടുള്ള ചിത്ത്. ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ. ഞാൻ എന്താണ് എന്ന് വിചാരം ചെയ്യുമ്പോ ജാഗ്രതത്തിലുള്ള ഈഗോ ഞാനല്ല, സ്വപ്നത്തിലുള്ള ഈഗോ ഞാനല്ല. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലും ഒരു പരിണാമവും കൂടാതെ ഏതൊന്ന് അവശേഷിക്കുന്നുണ്ടോ അത് വിചാരം ചെയ്യുന്തോറും നമ്മളെ കണ്ട് തന്നെ വിസ്മയിക്കും. there is a continuity എന്നുള്ളത് എല്ലാവരും അധികം ചിന്തിക്കാതെ തന്നെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മൂന്നവസ്ഥകളിലും മാറാതെ ഒന്നിരിക്കണം എന്നുള്ളത്. പക്ഷെ അതിനെ
തൊട്ടുനോക്കാനുള്ള മനനമാണ് നമ്മൾ ചെയ്യണത്. എന്താ ഈ മൂന്നവസ്ഥകളും മാറാതെ നിൽക്കുന്ന ആളാരാ? അപ്പൊ ഈ ജാഗ്രതയിലിരിക്കുന്ന ശരീര മനസ്സുകളോടുകൂടിയുള്ളതിനും സ്വപ്നത്തിലുള്ളതിനും സുഷുപ്തിയിലാണോ ഒന്നും മാറാതിരിക്കുന്നത്? എന്താ? എന്തോന്നും മാറാതിരിക്കണം, എന്താണത് എന്ന് ആരായുമ്പോ, ആരാഞ്ഞു നോക്കുമ്പോ മൂന്നവസ്ഥകളും അവിദ്യാജന്യമാണ്. ബുദ്ധിയിലുള്ള അവിദ്യ കാരണം ആത്മാവിനെ അറിയായ്മ കൊണ്ടാണ് ഈ മൂന്നവസ്ഥകൾ ഉണ്ടാവണത്. അവിദ്യാത്മകത്വാത്. ഈ അവിദ്യ എങ്ങനെ നീങ്ങും? വിദ്യ കൊണ്ട്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശ്യതം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തത്വദർശികളായ ജ്ഞാനികളിൽ നിന്നും ആത്മാവിനെ കുറിച്ച് കേട്ട് മനനം ചെയ്ത്, വിചാരം ചെയ്ത്, മനനം ചെയ്ത്, നിധിധ്യാസനം ചെയ്ത് അറിയൂ എന്നാണ് ഭഗവാൻ തന്നെ ഒരു വഴി ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോ ജ്ഞാനം അവിദ്യയെ നീക്കുകയാണ്, വിദ്യ അവിദ്യയെ നീക്കുകയാണ്. അവിദ്യയെ നീക്കുമ്പോ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നവസ്ഥകളില്ല. മൂന്നിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് മൂന്നിനും അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ആ സ്ക്രീൻ ബോധം, സച്ചിദാനന്ദം, പ്രജ്ഞ, സത്താചിത് സുഖരൂപമായ വസ്തു, അതുമാത്രമേ ഉള്ളൂ. അവിദ്യാത്മകത്വാ ത്രയാണാം തുരീയ. മൂന്നിനും നാലാമത് ത്രയാണാം അവിദ്യാത്മകത്വ. ഈ മൂന്നവസ്ഥകളും അവിദ്യയായതുകൊണ്ട്, എന്നുവെച്ചാൽ ഈ മൂന്നവസ്ഥകളും വന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് പോക്കുവരവ്, സിമ്പിൾ റീസണിംഗ് ആണ്. പോക്കുവരവ് ഉണ്ടാവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. മൂവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഇമ്മൊബൈൽ, ഇമ്മൂവബിൾ ആയിട്ട് എന്താ ഉള്ളത്, അചലം ആയിട്ട് എന്താ ഉള്ളത് എന്നാണ് അന്വേഷിക്കുന്നത്. നിശ്ചല തത്വം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. സത്സംഗത്തിന്റെ പ്രയോജനം തന്നെ ഈ നിശ്ചലതത്വമാണ്. നിശ്ചലതത്വം എന്തുണ്ട്? ജാഗ്രത ചലമാണ്, സ്വപ്നം ചലമാണ്, സുഷുപ്തി അവസ്ഥ ചലമാണ്. മൂന്നിലും ഒരു നൂല്, സൂത്രേ മണിഗണായിവ് എന്നല്ല പറഞ്ഞ പോലെ, സൂത്രേ മണിഗണായിവ് ഒരു സൂത്രമുണ്ട്, ചലിക്കാതെ ഒരു മാറാതെ നിൽക്കുന്ന ഒരു അചലമുണ്ട്. ആ അചലത്തിനെയാണ് ഇവിടെ ഭഗവാൻ തുരീയ എന്ന് പറഞ്ഞത്. ഇവിടെ തുരീയം എന്നിട്ടുണ്ട്, തുരീയ. ത്രയാണാം തുരീയ, ആത്മാ എന്നുള്ളത് കൊണ്ട് തുരീയ. ശിവ എന്നുള്ളതുകൊണ്ട് തുരീയ. മൂന്നവസ്ഥകൾക്കും ഇരിപ്പിടമായിട്ട്, അറിവ് പകർന്നുകൊണ്ട്, അറിവ് മാത്രമായിട്ട്, അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി. തെളിയേ വേണ്ടു എന്നാണ്, അല്ലാതെ കണ്ടെത്താൻ വേറൊന്നുമില്ല, തെളിവ് വരണം. തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തിയറ്റ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലൊക്കെ ഉണ്ട് എന്നൊരു പ്രതീതിയുണ്ട്, സുഷുപ്തിയിൽ ഇല്ല എന്നൊരു പ്രതീതിയുണ്ട്. ഈ രണ്ട് പ്രതീതിയും വിട്ട് സദസദിതി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ഉള്ളത് ഇല്ലാത്തതെന്നുള്ള വാദങ്ങളിലൊന്നും വീണുപോവാതെ എപ്പോഴും ഇരുപ്പ് മാത്ര സ്വരൂപമായിട്ട്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ, പരിണമിക്കാതെ, വികാരപ്പെടാതെ സച്ചിദാനന്ദമായി
ഇരുപ്പായി, അസ്തിത്വമായി, പ്രജ്ഞാമാത്രമായി എപ്പോഴും ഉപലബ്ധമായിട്ടുള്ള വസ്തുവിനെ ഉണ്ട് എന്ന് അറിയണു. ബുദ്ധിയിൽ അതില്ലെന്നും അത് മറഞ്ഞുപോയി എന്നുള്ള അവിദ്യയെ നീക്കം ചെയ്യണു. മേഘം സൂര്യനെ മറച്ചു എന്ന് പറയുന്നതാണ് അവിദ്യ. മേഘത്തിന് സൂര്യനെ മറയ്ക്കാൻ കഴിയില്ല. മേഘം സൂര്യനെ മറയ്ക്കുമ്പോൾ മേഘമുണ്ട് എന്നറിയുന്നത് പോലും സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ്. അപ്പൊ മേഘത്തിന് സൂര്യനെ ഒട്ടും മറയ്ക്കാൻ സാധിക്കില്ല. മേഘത്തിന് നമ്മളുടെ കണ്ണിനെ മറയ്ക്കാനേ പറ്റുള്ളൂ. നമ്മളുടെ അടുത്താണ് നിൽക്കുന്നത് മേഘം, സൂര്യന്റെ അടുത്തേ അല്ല. അതുപോലെ അവിദ്യ ആത്മാവിനെ മറയ്ക്കുന്നില്ല, അവിദ്യ ബുദ്ധിയെ മറയ്ക്കണു, അത്രയേ ഉള്ളൂ. ഈ വേദാന്തത്തിലേക്ക് വരാനാണ് വളരെ കാലാവുക. നമ്മള് ലോകത്തിലെ എല്ലാം ഒരു ജോലി ചെയ്തിട്ടാണ് ഒക്കെ നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അധ്യാത്മത്തിലും വരുമ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണം എന്തോ കിട്ടാന്ന് ഭ്രമിക്കണത്. വേദാന്തികൾ കാര്യത്തിന് വളരെ സിമ്പിളാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇത്രയേ ഉള്ളൂ എന്നാണ് അവര് പറയണത്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, അവിദ്യ അങ്ങോട്ട് നീങ്ങേ ഉള്ളൂ. അവിദ്യ നീങ്ങിയാൽ നിങ്ങൾക്കറിയാം ഒന്നും നഷ്ടപ്പെട്ടിട്ടേ ഇല്ല, ഉള്ളതുള്ളപടി അതേപടി ഇരിക്കണം. സത്താചിത് സുഖരൂപമസ്തി സതതം ആത്മാനാത്മവിവേചനാപി മമനോ വിദ്വത്കൃത രോചത്തെ അനാത്മാ നാസ്തി യദസ്തി ഗോചരവപുഃ കോ വാ വിവേക്തും ക്ഷമീ. മിഥ്യാവാദ വിചാര ചിന്തനമഹോ കുർവന്തി അദൃഷ്ടാത്മകാഃ ഭ്രാന്തായേവ ന പാരഗാഃ ദൃഢധിയസ്തൂഷ്ണീം ശിലാവത് സ്ഥിതാഃ. അവിദ്യാത്മകത്വാത് ത്രയാണാം തുരിയ. മൂന്നവസ്ഥകളുണ്ട് എന്നുള്ളത് അവിദ്യയാണ്. തുരിയ എന്ന് വെച്ചാൽ നാലാമത്തത്, എന്നുവെച്ചാൽ എപ്പോഴും ഉള്ളത്. അത് തദേകോവശിഷ്ട ശിവ കേവലോ, അത് ഞാനാണ്, അതാണ് എന്റെ സ്വരൂപം. അതിനെ അറിഞ്ഞു കഴിഞ്ഞവന് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥകളൊന്നുമില്ല. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം മുതലായ അവസ്ഥകളൊന്നുമില്ല. കറുപ്പ്, വെളുപ്പ് മുതലായ നിറങ്ങളൊന്നുമില്ല. പഞ്ചഭൂതങ്ങളൊന്നും തന്നെയില്ല. അതിന്റെ സമൂഹമായ ശരീരമില്ല. വർണ്ണ, ആശ്രമ, ധാരണ, ധ്യാന, യോഗാദി ഒന്നും തന്നെയില്ല. അമ്മ, അച്ഛൻ, ബന്ധുക്കൾ ഒന്നുമില്ല. അതൊക്കെ പക്ഷെ വേൾഡിലി ലെവലിൽ ഉണ്ടാവും. അയാളുടെ അനുഭവ മണ്ഡലത്തിൽ എപ്പോഴും ഒരു വിച്ഛിത്തിയില്ലാതെ ഇടതടവില്ലാത്ത ആത്മാനുഭവമാണ്, ഇടതടവില്ലാത്ത ബോധസ്ഫൂർത്തിയാണ്. ആ ബോധസ്ഫൂർത്തി ഇടതടവില്ലാതെ വിച്ഛിത്തിയില്ലാതെ വരണമെന്ന് പറഞ്ഞാൽ അതൊരു അറ്റൈൻമെന്റുമല്ല. ഇറ്റ് ഈസ് എവർ ദെയർ ആസ് ഇറ്റ് ഈസ്. യു റെക്കഗ്നൈസ് ഇറ്റ്, സോ it is absolutely secure because you can never lose it. It is beyond your power to lose it. അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ നഷ്ടപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലില്ല. അതിനെ വേണ്ടെന്ന് വെക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലില്ല. എനിക്കിനിയിപ്പോ മുക്തി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും മുക്തനായി പോകുന്നതാണ്. അനിച്ഛന്നപി വിമുച്യത്തെ എന്നാണ്. അനിച്ഛന്നപി വിമുച്യത്തെ. എനിക്ക് മുക്തി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും മുക്തനായി പോകും. സകല വസ്തുക്കളും ആവരണമൊഴിഞ്ഞ് മുമ്പിൽ നിൽക്കും.
ഒന്നിനും തന്നെ ആവരണമില്ലെന്ന് കാണും. അങ്ങനെയുള്ളവനാണ് നിരാവരണ ദൃഷ്ടി എന്നാണ്. അയാളുടെ കണ്ണില് മറ മാറിപ്പോയിരിക്കണം. ശരിയായ കാറ്ററാക്ട് ഓപ്പറേഷൻ അതാണ്. അവിടെ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞിരിക്കണം. എന്തോ ഒരു ബ്രെയിനിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒരു ആവരണം, ഒരു തെര അങ്ങോട്ട് നീങ്ങിപ്പോയ പോലെയാണ്. ഒരു മേഘപാളി അങ്ങോട്ട് നീങ്ങിപ്പോയതോടുകൂടെ സകലതും ആവരണമൊഴിഞ്ഞു നിൽക്കുകയാണ്. സകലതും പൂർണ്ണമായി നിൽക്കുകയാണ്. കൈവല്യൈക സ്വരൂപമായിട്ട് നിൽക്കുകയാണ്. നിർവാണം. ഒരു വിധത്തിൽ നിർവാണം എന്നുള്ളതിന് നേക്കഡ് എന്നാണ് അർത്ഥം പറയാ. എന്നുവെച്ചാൽ ആവരണം പോയി എന്നർത്ഥം. മറയങ്ങട് നീങ്ങിയിട്ട് നിൽക്കുകയാണ്. നിരാവരണം തന്നെ നിർവാണം. സകലതും മറയൊഴിഞ്ഞ് പൂർണ്ണ വസ്തുവായിട്ട് നിലകൊള്ളുകയാണ്. തദേകോവശിഷ്ട ശിവ കേവലോഹം. അവശേഷിക്കുന്നതായ ശിവം, ആ ചൈതന്യമാബോധമാ ചിത്ത്, ആനന്ദസ്വരൂപമായ ചിത്ത്, ചിദാനന്ദസ്വരൂപമായ ചിത്ത്. അതുമാത്രം നിൽക്കുന്നതും ചലിക്കുന്നതും എല്ലാം ചര അചരം. തദ്ദേജതി തന്നൈജതി തദ്ദൂരേ തദന്തികേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. ഉപനിഷത്ത് പറയണത് തദ്ദൂരേ, വളരെ ദൂരത്തുള്ളതും അത് തന്നെ. തദന്തികേ, ഏറ്റവും അടുത്തുള്ളത് അത് തന്നെ. തദന്തരസ്യ സർവസ്യ, എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും അത് തന്നെ. തത് സർവസ്യാസ്യ ബാഹ്യതഃ, എല്ലാവരുടെയും പുറത്തുള്ളതും അത് തന്നെ. അത് ഇളകുന്നു, അത് ഇളകാതെ നിൽക്കുന്നു. തദ്ദേജതി തന്നൈജതി, അത് ചലിക്കണു, അത് ചലിക്കുന്നില്ല. അങ്ങനെ സകലതുമായി, ജാഗ്രതായി, സ്വപ്നമായി, സുഷുപ്തിയായി, മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന വസ്തുവായി, എപ്പോഴും എപ്പോഴും പ്രകാശിക്കുന്ന വസ്തുവായി നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപം ശിവം മുമ്പില് പ്രകാശിക്കാം. ആ തത്വമറിഞ്ഞവന് പുറമേ നിന്നും അവസാനം നിൽക്കുന്ന ഒരു ത്രിപുടിയാണ് ഗുരു, ടീച്ചർ. പൊതുവെ വേദാന്ത സിദ്ധാന്ത നിരുക്തി ഒന്നുണ്ട്. ആചാര്യസ്വാമികൾ ആത്മോപദേശ പ്രകരണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയണു, തത്വജ്ഞാനം നേടിയ ജീവൻ മുക്തനും ശരീരം നിലനിൽക്കുന്നവരെ സമ്പ്രദായമായി ഏത് ഈശ്വരനെ ആരാധിച്ചിരുന്നു, ഈശ്വരനെയും വേദാന്ത ഗ്രന്ഥങ്ങളെ, അതായത് ഉപനിഷത്തിനെയും, ഉപനിഷത്തിനെ മഹാവാക്യത്തിനെ ഉപദേശിച്ച ഗുരുവിനെയും ശരീരപാത പര്യന്തം നമസ്കരിച്ചുകൊണ്ടിരിക്കും. ശരീരം വീഴുന്നവരെ ഉപനിഷത്തിനെയും മഹാവാക്യോപദേശം ചെയ്ത ഗുരുവിനെയും വേദത്തിനെയും, ഉപനിഷത്തിനെയും ഈശ്വരൻ എന്ന് പറഞ്ഞ് ആദ്യം ഏതിനെ ഉപാസിച്ചുവോ ആ ഈശ്വരനെയും, ശരീരം വീണുപോകുന്നവരെ തത്വജ്ഞാനിയായിട്ടുള്ളവൻ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് രാമകൃഷ്ണദേവൻ പറഞ്ഞത്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ടും അഭിമാനത്തിനെ ഭക്തിയുടെ പേരിലോ ജ്ഞാനത്തിന്റെ പേരിലോ ശരീരം നിലനിർപ്പിന് വേണ്ടിയിട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന കേവല തോന്നൽ മാത്രമായ അഭിമാനം. പക്ഷെ ആ അഭിമാനവും ജ്ഞാനത്തിൽ നിശ്ചയമായിട്ട് നീങ്ങിപ്പോണതാണ്. ജ്ഞാനത്തിൽ
ഈശ്വരൻ, ഗുരു, ആത്മാ ഒക്കെ ഒരേ ഒരു അഖണ്ഡ ബോധവസ്തുവായി, പ്രജ്ഞാമാത്രമായ വസ്തുവായി ഉള്ളിൽ പ്രകാശിച്ചു കണ്ടതാണ്. ഉള്ളിൽ അത് പ്രകാശിച്ച് കണ്ട് വ്യവഹാരത്തിലേക്ക് വരുമ്പോ ഇയാൾക്ക് അഭിമാനം പൊന്തി വന്നാലല്ലേ വ്യവഹാരമുള്ളൂ, അല്ലെങ്കിൽ വ്യവഹാരമില്ലല്ലോ. വ്യവഹാരത്തിൽ വരുമ്പോ മാത്രമാണ് ഗുരു, ശിഷ്യൻ, അച്ഛൻ, അമ്മ, ദൈവം, ജഗത്തൊക്കെ വരണത്. നോക്കൂ, ഇപ്പൊ ഈ ദശശ്ലോകിയിൽ എന്തൊക്കെ തന്നെ നിഷേധിച്ചു അതിനെയൊക്കെ തന്നെ ജ്ഞാനി വ്യവഹാരതലത്തിൽ സ്വീകരിക്കും. വ്യവഹാരതലത്തിൽ ഈ 10 ശ്ലോകങ്ങളിൽ നിഷേധിച്ച വസ്തുക്കളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഉള്ളിൽ നിഷേധിച്ചത് അതിന്റെ ദോഷം മുഴുവൻ ജാഗ്രതയിൽ വരും. അതായത് അഹങ്കാരം. വ്യവഹാരതലത്തിൽ ഇതിനെ മുഴുവനും ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്. Body is a fact, body is not reality. അച്ഛനുണ്ട്, അമ്മയുണ്ട്, it is a fact, but അച്ഛനും അമ്മയും it is not truth. ഞാൻ വെളുപ്പാണ്, കറുപ്പാണ്, it might be a fact, but it is not a truth. അപ്പോ ഫാക്ട് അത് കള്ളമല്ല, ഫാക്ടിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഏത് കാണപ്പെടുന്നുണ്ടോ, ഏത് വ്യവഹാരയോഗ്യമോ അത് ഇറ്റ് മൈറ്റ് ബി ഫാക്ച്വൽ, നോട്ട് റിയൽ. അപ്പോ തത്വജ്ഞാനിക്ക് ജ്ഞാനത്തിന്റെ തലത്തിൽ, സ്വാനുഭവത്തിന്റെ തലത്തിൽ ത്രിപുടി എന്നുള്ള ദോഷം വീണുപോവാണ്. നോക്കൂ, അതാണ് അടുത്ത ശ്ലോകം. ത്രിപുടി എന്ന് വെച്ചാൽ ഞാൻ, നിങ്ങൾ, നിങ്ങളെ അറിയുന്നു ഞാൻ. വാസ്തവത്തിൽ ത്രിപുടി സൂക്ഷ്മദൃഷ്ടിയിൽ ഇല്ല എന്നാണ്. എന്നുവെച്ചാൽ ഞാൻ എന്നുള്ള ഇതുള്ളപ്പോ നിങ്ങളില്ല, നിങ്ങളുള്ളപ്പോ നിങ്ങൾക്കും എനിക്കുള്ള സംബന്ധമില്ല. ഇത് മൂന്നും വളരെ വേഗത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് ഏക അദ്വയമായ ബോധത്തിൽ മൂന്നുള്ള പോലെ ഒരു പ്രതീതി ഉണ്ടാവുകയാണ്. വ്യവഹാരത്തിൽ പോലും വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ഇവിടെ ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധാത് വികൽപ്പ അസഹിഷ്ണു തദേകോ വശിഷ്ട ശിവ കേവലോഹം. ന ശാസ്ത, ശാസ്ത എന്ന് വെച്ചാൽ ശാസിക്കുന്നവൻ, പറഞ്ഞു തരുന്നവൻ, ഭരിക്കുന്നവൻ, ടീച്ചർ, എല്ലാം ശാസ്ത്രമാണ്. പിന്നെ ശാസ്ത്രം, അയാൾ പഠിപ്പിക്കുന്ന ശാസ്ത്രവുമില്ല. ന ശിഷ്യോ, ശിഷ്യനില്ല. ന ശിക്ഷ, ഡിസിപ്ലിൻ, പറഞ്ഞു തരുന്ന ശിക്ഷണമില്ല. ന ചത്വം, നീയില്ല. ന ചാഹം, ഞാനില്ല. ന ചായം പ്രപഞ്ച, ഈ പ്രപഞ്ചമില്ല. സുഷുപ്തിയിലും ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണമല്ലോ. എവിടെയാ അതിന്റെ അനുഭവമുള്ളത്? ഡീപ്പ് സ്ലീപ്പ്. സുഷുപ്തിയിൽ ഇത് വല്ലതും ഉണ്ടോ? ഇല്ല. അതേപോലെ സ്വരൂപാവബോധാത്, സ്വരൂപജ്ഞാനം ഉണ്ടാകുമ്പോ സ്വരൂപജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ, സ്വരൂപജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ, തത്വജ്ഞാനത്തിൽ ഞാൻ, നീ, അവൻ എന്നുള്ളതില്ല. അന്യൻ ആരുമില്ല, ഒന്നും അറിയാനില്ല. ആത്മാവിൽ നിന്ന് വിശുദ്ധാത്മകത്വാത് സ്വരൂപാവബോധാത് അഹം 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 എന്ന അനുഭവത്തിനെ ബ്രഹ്മമായി അറിഞ്ഞവന്, അതിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്ന് അറിഞ്ഞവന് ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ഛായം പ്രപഞ്ച, നീയോ ഞാനോ പ്രപഞ്ചമോ ഇല്ല. സ്വരൂപാവബോധാത്, സ്വരൂപ അവബോധം മാത്രമേ ഉള്ളൂ. ആനന്ദമയമായ നിത്യസത്ത മാത്രമേ ഉള്ളൂ.
വികൽപ്പ അസഹിഷ്ണു, അത് അതിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ ഇരുത്തി പൊറപ്പിക്കില്ല. ആത്മാവല്ലാതെ ഒരു പൊരുളിന്റെ തോന്നല് കുറച്ചു നേരത്തേക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കയറിൽ പാമ്പ് എത്ര നേരം നിൽക്കും? നിങ്ങൾ ഇരുട്ടത്ത് കയറിനെ പാമ്പായിട്ട് കണ്ടു, അവിടെ നിന്ന് ആ പാമ്പിനെ കാണണം. ഇനിയൊരു മകുടി വായിച്ചിട്ട് അത് ഡാൻസ് കളിക്കാൻ ആ പാമ്പ് വലുതൊക്കെ ചെയ്യോ? ഒരു 2-3 മിനിറ്റ് നിന്നാൽ പാമ്പില്ല എന്ന് മനസ്സിലാവും അല്ലേ? എത്ര നേരത്തേക്ക് തോന്നും? കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഭ്രമത്തിന്റെ ഒരു രൂപമാണത്. അതേപോലെ ആത്മാവിൽ നിത്യനിരന്തരം ഞാൻ, നീ, അവൻ ഒന്നും നിൽക്കാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അത് കാണാം. ഞാൻ എന്നുള്ളതും എപ്പോഴും ഇല്ല, നീ അവൻ എന്നുള്ളത് കുറച്ചു നേരം നിൽക്കും പോവും. നിങ്ങൾ എപ്പോഴും ഒരാളെ വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ വെറുതെ കവിത എഴുതുമ്പോഴൊക്കെ പറയും നിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണ്. കുറച്ചു നേരത്തേക്ക് വിചാരിക്കും, പിന്നെ എത്ര കാര്യങ്ങൾ കിടക്കണോ അത് കഴിഞ്ഞാൽ പോയി. ആരും നിരന്തരം ചിന്തിക്കില്ല. അവനവനെ തന്നെ നിരന്തരം ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എത്ര നേരം? നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പോലും കോൺഷ്യസ് അല്ല പലപ്പോഴും. ഇനിയിപ്പോ സ്ഥിതി എന്നുള്ള അവസ്ഥയിൽ തന്നെ കുറച്ചു നേരം ഞാൻ എന്നുള്ള പേഴ്സണാലിറ്റി, നമ്മളെ ഏറ്റവും ഉപദ്രവിക്കുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറക്കത്തിനോട് നമുക്ക് ഇത്ര ഇഷ്ടം. എന്താന്ന് വെച്ചാൽ കുറച്ചു നേരം നമ്മളുടെ പേഴ്സണാലിറ്റിയെ മറന്നു കളയുമ്പോൾ നമുക്കുള്ളൊരു സുഖം. അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നും, ഞാൻ, നീ, അവൻ, ഒന്നും തന്നെ നമുക്ക് നിരന്തരം വെച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സെന്റർ, നമ്മളുടെ ഉള്ളിലുള്ള സെന്റർ, നമ്മളുടെ റിയാലിറ്റി സ്റ്റേറ്റ്, അതിന്റെ സ്വഭാവം തന്നെ എന്താന്ന് വെച്ചാൽ അത് നിരന്തരം രണ്ടാമതൊരുത്തനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ഒന്നും നമുക്ക് രണ്ടാമതൊരു വസ്തു വളരെ നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു സ്വഭാവം ഉള്ളത് ബോറടിക്കുക എന്ന് പറയുന്നത്. ഒന്ന് നോക്കൂ, എന്തുകൊണ്ട് ഈ ബോറടിക്കണോ മനുഷ്യന്? അത് ഡയറക്റ്റായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പവറാണത്. കുറെ നേരം കഴിയുമ്പോൾ അതെ, ഏത് വസ്തുവുമാവട്ടെ അതിനെ കുറച്ചു നേരത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. ഉള്ളിലുള്ള ആള് പറയും മതി. നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് ഒരു കൊച്ചു കുട്ടിയെ വെച്ച് നോക്കുക. അച്ഛനും അമ്മയടക്കം ആ കുട്ടിയെ കുറെ നേരം ലാളിക്കുകയൊക്കെ ചെയ്യും. കുറച്ചു നേരം പോയി കളിക്കടാന്ന് പറയും, വെറുതെ ഉപദ്രവിക്കണമെന്ന് പറയും. എന്തു പറ്റി? ഉള്ളിലുള്ള ആള് പറഞ്ഞു മതി, ഇനി കുറച്ച് ഞാൻ മാത്രമായിട്ട് ഇരിക്കട്ടെ എന്നാണ്. അച്ഛനും അമ്മയ്ക്കും കുട്ടികളോടുള്ള പാശം എന്ന് നമ്മൾ പറയണത് പോലും പ്രകൃതി കേവലം ആ കുട്ടികളുടെ സഹായത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു ഫോഴ്സാണ്. അതുപോലും അച്ഛനും അമ്മയൊക്കെ കുറച്ചു കാലമൊക്കെ ഇരിക്കുന്നുണ്ട്. അത് തന്നെ ഒരു 30-40 വയസ്സ് കഴിയുമ്പോ മക്കൾ എവിടെയോ ദൂര സ്ഥലത്തൊക്കെ പോയിരുന്ന് ഇവരെ വിളിച്ചാൽ തന്നെ ഇവർക്ക് പോവാൻ ഇഷ്ടമില്ല. മക്കളല്ലേ, ഒരു ഡ്യൂട്ടി ബൗണ്ടായിട്ട് പോകണമെന്ന് ആലോചിക്കണം, അത്രേ ഉള്ളൂ. ഇതേ തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നേച്ചർ ഒരു പാശം വെച്ചിരുന്നത് കൊണ്ട് ഒട്ടി നിന്നു. അപ്പൊ കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്ക് പറ്റണില്ല. അതേ അമ്മ ആ കുട്ടിക്ക് ഒരു 10-40 വയസ്സായി കഴിഞ്ഞാൽ അവൻ എവിടെയോ അമേരിക്കയിൽ പോയിരുന്ന് നിങ്ങൾ വരൂ അവന് സ്നേഹമൊന്നുമില്ല. അവന്റെ കുട്ടിയെ നോക്കണം, അതിന് വിളിക്കുകയാണ്. അപ്പൊ ഇവർക്ക് മകനല്ലേ എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി കോൺഷ്യൻസ് ഉള്ളിലുണ്ട്. അതുകൊണ്ട് പോകണം. ഒരു പ്രാവശ്യമൊക്കെ അമേരിക്കയിലെ നയഗ്ര വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോയി. അതോട് കുട്ടിയൊക്കെ നോക്കിയൊക്കെ ചെയ്ത് കുട്ടിയുടെ ഒരു പാസ് ഉണ്ട്, ഒക്കെ പോയി കുറച്ചു ദിവസമൊക്കെ ഇരിക്കും.
അതിൽ ഇവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സ്വസ്ഥതയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മകന്റെ ഫോണ് വന്നാലേ ഉള്ളിൽ ഇത് ഒരുപാട് സ്ഥലത്ത് കാണുന്നതാണ്. നോക്കൂ, നമ്മൾ സ്നേഹം അത് ഇതെന്നൊക്കെ പറയണുണ്ടെന്നല്ലാതെ ഒരിക്കലും പുറത്തുള്ള ഒരു വസ്തുവിനോടും നമുക്ക് അത്ര കണ്ടൊന്നും ഒട്ടി നിൽക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ആത്മസ്വരൂപികളാണ്. രണ്ടാമതൊരു വസ്തുവിനെയും ഉള്ളിലുള്ള ആള് ഇരുത്തിപ്പൊറുപ്പിക്കില്ല എന്നാണ്. ഗുരുവായൂരപ്പനോടാണ് എനിക്ക് സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും. ഉദയാസ്തമനത്തിന് 4 പ്രാവശ്യം നടയടച്ചാൽ വേണ്ടി കിടന്നില്ല എന്നാണ്. ഒക്കെ വീട്ടിൽ ഗുരുവായൂരപ്പന് ഫോട്ടോ വെച്ചാൽ എന്തു പറ്റി? അവസാനം നോക്കൂ, എല്ലാരെയും വിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പനിലേക്ക് വരും. അതാണ് സത്യം. ഗുരു, ദൈവം, ലോകം, ഇഷ്ടപ്പെട്ടവര് എല്ലാരും നമുക്ക് ആത്മാവാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. മുഖം കാണാൻ വേണ്ടിയാണ് കണ്ണാടി. കണ്ണാടിക്ക് വേണ്ടിയിട്ടല്ല. കണ്ണാടിക്ക് വേണ്ടിയിട്ടല്ല. കണ്ണാടിയിൽ മുഖം ശരിക്ക് കണ്ടിട്ടില്ലെങ്കിൽ വേറെ കണ്ണാടി എടുക്കും. മുഖത്തിനോടുള്ള പ്രിയത്തിന് വേണ്ടി കണ്ണാടിയാണ്. അതുപോലെ ആത്മാവിനോടുള്ള പ്രിയത്തിനെ പ്രതിഫലിപ്പിച്ച് കാണുന്ന പല പദാർത്ഥങ്ങളും ലോകത്തിലുണ്ട്. അതിനോടൊക്കെ നമുക്ക് കുറച്ച് നേരത്തേക്ക് പ്രിയം ഉണ്ടാവും. അതിന്റെ ഒരു സ്ഥൂല രൂപമാണ് എന്റെ മതം, എന്റെ ജാതി, എന്റെ ലോകം, എന്റെ പാർട്ടി, എന്റെ അഭിപ്രായം. ആര് പറഞ്ഞു നമുക്ക് ആത്മാനുഭവം ഇല്ല എന്ന്? നമുക്ക് ആത്മാനുഭവമേ ഉള്ളൂ. നമ്മളൊക്കെ ആത്മപ്രിയന്മാരാണ്, ആത്മസ്വരൂപികളാണ്. എന്നിട്ട് എന്തേ അത് അനുഭവത്തിൽ വരാത്ത അവിദ്യ, അത്രയേ ഉള്ളൂ. അവിദ്യ എന്നുള്ള ഒരു ദോഷം കൊണ്ട് മാത്രം നമ്മളുടെ അനുഭവത്തിനെ ശരിക്കങ്ങട് ചകഞ്ഞു മാറ്റി അതിന്റെ സ്വരൂപത്തിനെ തെളിഞ്ഞു കാണാൻ നമുക്ക് സാധിക്കണില്ല. ആ അവിദ്യയെ അങ്ങട് ജ്ഞാനാഞ്ജന ശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയ. ആ ജ്ഞാനാഞ്ജന ശലാഖ കൊണ്ട് പതുക്കെ കണ്ണ് തുറക്കുകയാണെന്നാണ്. ഉള്ളിലുള്ള കണ്ണ് തുറന്ന് അവിദ്യ അങ്ങോട്ട് നീങ്ങിയാൽ ആത്മാനുഭവമാണുള്ളത്. അജ്ഞാനമില്ല, പൂർണ്ണമാണുള്ളത്, അപൂർണതയേ ഇല്ല. നിത്യത്വമാണുള്ളത്, അനിത്യത്വമേ ഇല്ല. ജ്ഞാനമാണുള്ളത്, സംസാരമില്ല. അമൃതത്വമാണുള്ളത്, മരണമില്ല. സച്ചിദാനന്ദമാണുള്ളത്, ശരീരമില്ല. ബ്രഹ്മമാണുള്ളത്, ജഗത്തില്ല. ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ നചത്വം നചാഹം നചായം പ്രപഞ്ചഃ സ്വരൂപ അവബോധാത്. ഇവിടെ പറഞ്ഞത് സ്വരൂപ അവബോധം കൊണ്ട്, സ്വരൂപജ്ഞാനം കൊണ്ട്. ഇതിനു മുമ്പ് അവിദ്യാത്മകത്വാത് എന്ന് പറഞ്ഞ അവിദ്യ അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോ സ്വരൂപജ്ഞാനം ഉണ്ടാവുമ്പോ വികൽപ്പ അസഹിഷ്ണുവും ആത്മാവിൽ നിന്ന് അന്യമായി ഉദരമന്തരം കുരുത്തെ അതതസ്യ ഭയം ഭവതി. അല്പം പോലും അന്യമായ ഒന്നിനെ ഇരുത്തിപ്പൊറുപ്പിക്കാതെ ആത്മൈവ കേവലം എന്നുള്ള അനുഭൂതി, നിജബോധരസത്തിനെ അനുഭവിക്കുന്ന ആ ശിവം മാത്രമാണ് തന്റെ സ്വരൂപം എന്ന് അറിയുന്നു. ഇനി മുഖ്യമായി 2 ശ്ലോകം, ഒരു കൺക്ലൂഷൻ. 3 ശ്ലോകമുണ്ട്. ഈ 3 ശ്ലോകവും നമ്മൾ നാളെ കാണാം. നാളത്തോടെ രാവിലത്തെ നിർവാണ ദശകം പ്രഭാഷണം പൂർത്തിയാവുകയാണ്.
സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.